സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ADM by ACM ഈ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 20 log ADM by ACM ആണ്. സോ വി ഹാവ് ടു ടേക്ക് ദ 20 log ഓഫ് ദിസ്, ദാറ്റ് ഈസ് 20 log 10 ADM by ACM നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്തു? 20 log 10 കൂടി കൊടുത്താൽ മതി. 20 log 10 RS plus HIE plus 2RE into 1 plus HFE divided by RS plus HIE. This will be ADM by AC, that is CMRR in decibel. So അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് നോക്ക്. CMRR is equal to 20 log 10 ADM by ACM ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടിയത് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ RS plus HIE plus 2RE into 1 plus HFE divided by RS plus HIE. ഇത്രയും ഡെസിബൽ. നമുക്ക് CMRR എന്തിൽ കിട്ടി? ഇൻ ഡെസിബലിലും കിട്ടി. ഇനി ഇപ്പോൾ ഒരു അൺബാലൻസ്ഡ് കേസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഫോർ ആൻ അൺബാലൻസ്ഡ് കേസ് ആണ്. അപ്പോൾ അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ കേസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് കേസിൽ ADM by ACM തന്നെ. ADMന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുന്നത്? ഇതല്ലേ നമ്മുടെ ADMന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ADMന്റെ വാല്യൂ എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് കേസ് ആകുമ്പോൾ, അതായത് ബാലൻസ്ഡ് നമ്മൾ ഫസ്റ്റ് ADM ചെയ്തപ്പോൾ അൺബാലൻസ്ഡ് കേസ് വെച്ചിട്ടാണ് ചെയ്തത്. സോ ഇറ്റ് വിൽ ബി എന്തായിരിക്കും വരിക? RC into HFE ഡിവൈഡ് ബൈ 2 into RS plus HIE എന്നാണ് നമുക്ക് കിട്ടിയ. അതിനെ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ADM ഫോർ ബാലൻസ്ഡ് ഔട്ട്പുട്ട് കിട്ടിയത്. സോ അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ ADM എന്ന് പറയുന്നത് എന്താണ്? സോ അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ ADM എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത്? ADM ഫോർ ബാലൻസ്ഡ് ഔട്ട്പുട്ട്. അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ ADM കിട്ടും. അപ്പൊ അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ ADM എന്ന് പറയുന്നത് -RC into HFE ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരിക? ഡിവൈഡ് ബൈ 2 ചെയ്യണ്ടേ. സോ 2 into എന്ത് കിട്ടി? RS plus HIE. RS plus എന്തായിരിക്കും കിട്ടിയ? HIE എന്നായിരിക്കും കിട്ടിയ ഡിവൈഡഡ് ബൈ ACM. ACM എന്ന് പറയുന്നത് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ കേസിലായാലും അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ കേസിലായാലും നമ്മൾ കോമൺ മോഡ് ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും? സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് ACM വിൽ ബി സെയിം ഫോർ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആൻഡ് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. അപ്പൊ നമ്മളിവിടെ ബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ CMRR ആണ് കിട്ടിയത്. ഫോർ ഇൻ കേസ് ഓഫ് അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ CMRR എന്ന് പറയുന്നത് 20 log ADM by ACM. ADM ഷുഡ് ബി ഹാഫ് ഓഫ് ദ ADM അറ്റ് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ബാലൻസ്ഡ് ഔട്ട്പുട്ടിൽ ADMന്റെ ഹാഫ് ആയിരിക്കും ADM ഫോർ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ എഴുതി. ACMന്റെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ACMന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. ഇറ്റ് വിൽ ബി സെയിം ആസ് ബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ സെയിം തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് -RC into HFE ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരിക? RS plus HIE plus 2RE into 1 plus HFE. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരിക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. സോ ഇനി നമ്മൾ നേരത്തെ എടുത്ത പോലെ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. സോ എന്തായിരിക്കും? -RC into HFE ഡിവൈഡഡ് ബൈ 2 into എന്തായിരിക്കും? RS plus HIE into നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? RS plus HIE plus 2RE into 1 plus HFE divided by -RC into HFE. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എന്തുണ്ട്? RCHFE -RCHFE ക്യാൻസൽ ചെയ്ത് പോയി. സോ നമ്മുടെ ADM by ACM ഫോർ എന്താണ്? അൺബാലൻസ്ഡിന്റെ കേസിൽ എങ്ങനെ കിട്ടി? ദാറ്റ് ഈസ് RS plus HIE plus 2RE into 1 plus HFE
ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട് 2 into RS plus HIE. ഓക്കെ, ഇതായിരിക്കും ADM by ACM ഫോർ അൺബാലൻസ്ഡ് കേസ്. അപ്പൊ അൺബാലൻസ്ഡ് കേസിലുള്ള ADM by ACM കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്? CMRR അറ്റ് ഡെസിബൽ. അപ്പൊ ഡെസിബലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ടേക്ക് ദ 20 log 10 ഓഫ് ദിസ് ടേം, ദാറ്റ് ഇസ് ലോഗ് 20 log ഓഫ് ദിസ് ടേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? CMRR ഫോർ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇൻ DBയിൽ കിട്ടും. അതായിരിക്കും നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി CMRR is equal to 20 log 10 into RS plus HIE plus 2RE into 1 plus HFE divided by 2 into RS plus HIE. This will be the CMRR in dB for unbalanced output. This will be CMRR in dB for balanced output. അപ്പോൾ ബാലൻസ്ഡ് ഔട്ട്പുട്ടിലും അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിലും നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എന്ന് പറയുന്ന ദിസ് ഈസ് എന്തായിരിക്കും? ഈ ഇക്വേഷൻ ആണെങ്കിൽ അൺബാലൻസ്ഡ്, ഇത് ബാലൻസ്ഡിന്റെ ഇക്വേഷൻ, അൺബാലൻസ്ഡിന്റെ കേസിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഡിവൈഡ് ബൈ 2, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാലൻസ്ഡിന്റെയും അൺബാലൻസ്ഡിന്റെയും കേസിൽ. നെക്സ്റ്റ് ഇസ് വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻപുട്ട് ഇംപിഡൻസ് RI. അപ്പൊ നമ്മൾ എന്തൊക്കെ ഇതുവരെ കണ്ടുപിടിച്ചു? ADM ഫൈൻഡ് ഔട്ട് ചെയ്തു, ACM ഫൈൻഡ് ഔട്ട് ചെയ്തു, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്തു. Then we have to find the RI, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. മൊത്തം നമുക്ക് എത്ര കാര്യങ്ങൾ? 5 കാര്യങ്ങളാണ് എച്ച് പാരാമീറ്റർ യൂസ് ചെയ്ത് എന്ത് ചെയ്യുമ്പോൾ AC അനാലിസിസ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫൈനലി നമുക്ക് R ഔട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി RI ആൻഡ് RO, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൂടെ ഉള്ളൂ ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. സോ വി ഗോയിങ് വിത്ത് ഇൻപുട്ട് റെസിസ്റ്റൻസ് RI. So input impedance RI is defined as the equivalent resistance exists between any one of the input and ground when the other input is grounded. നമ്മൾ ഫസ്റ്റ് നേരത്തെ കേസസിൽ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയായിരിക്കും? അതായത് R പാരാമീറ്റർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഇത് നമ്മുടെ എന്തിന്റെ ആയിരിക്കും? എച്ച് പാരാമീറ്റർ യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസിലും ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് തന്നെ ചെയ്യാണ്? ആ സെയിം അസംഷൻസ് അല്ലെങ്കിൽ ആ സെയിം കണ്ടീഷൻസ് തന്നെ എടുക്കുകയാണ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് അറ്റ്. അതായത് 2 ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് ദിസ് വിൽ ബി V1 ആൻഡ് ദിസ് വിൽ ബി V2. അപ്പൊ സിംപ്ലി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും വരിക? നമുക്ക് ഇതിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്ക് V1 ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ടു എന്തായിരിക്കും? നമ്മൾ സോഴ്സ് V1 നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. സോ വി ഹാവ് ടു ഗ്രൗണ്ട് ദ V2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? V2 ഗ്രൗണ്ട് ചെയ്തിട്ട് വേണം എന്തായിരിക്കും? ഇൻപുട്ട് റെസിസ്റ്റൻസ് അറ്റ് V1. അതായത് ഫോർ V1 ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് V2 ഗ്രൗണ്ട് ചെയ്തിട്ട് വേണം. ഫ്രം V2 ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് RI2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ V1 ഷുഡ് ബി എന്തായിരിക്കണം? ഗ്രൗണ്ടഡ് ആയിരിക്കണം. അതായത് R പാരാമീറ്റർ യൂസ് ചെയ്ത് ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് ആ സെയിം കണ്ടീഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇനി അടുത്തത് നമ്മുടെ ഫിഗറിൽ നിന്ന് RI ഈസ് ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ IB ആണ്. RI എന്ന് പറയുന്നത് RS പ്ലസ് okay, we have the figure. ഇതാണ്. അപ്പൊ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് RI എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ RI എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? RS പ്ലസ് HIE. അതായത് 2 എണ്ണം അല്ലേ? RS ഉണ്ട്, HIE ഉണ്ട്. ഇത് നോക്ക്, ഇവിടെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻപുട്ട് അതായത് V1 നിന്ന് ഉള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് RI1 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ എന്തായിരിക്കും? RI എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ദാറ്റ് ഈസ് എന്തായിരിക്കും? നമുക്കൊരു എന്തുണ്ടായിരുന്നു? ഒരു VS ഉണ്ടായിരുന്നു, ദെൻ ഒരു RS ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ HIE ഉണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. ദിസ് വിൽ ബി RS ആൻഡ് ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് IB.
ഇക്വലന്റ് സർക്യൂട്ടിൽ നിന്ന് ഞാൻ ഇൻപുട്ട് സെക്ഷൻ മാത്രമായിട്ട് മാറ്റിയതാണ് കേട്ടോ. സോ ഇത് വി എസ് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ്, അപ്പൊ ഈ ഒരു സൈഡിലെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വി എസ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, വി എസ് ഡിവൈഡ് ബൈ അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ദാറ്റ് ഈസ് എന്തായിരിക്കും വരിക, ഐ ബി, ദാറ്റ് ഈസ് വി എസ് ഡിവൈഡഡ് ബൈ ഐ ബി. അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ മാത്രമാണ് ഞാൻ ഇക്വലന്റ് സർക്യൂട്ടിന്റെ ഇൻപുട്ട് സെക്ഷൻ മാത്രമാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ എന്തായിരിക്കും വരുന്ന ഈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ ഐ, ഈ ഒരു സെക്ഷന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ ഐ എന്ന് പറയുന്നത് വോൾട്ടേജ് വിൽ ബി എന്തായിരിക്കും, വി എസ് ആണ്, ആൻഡ് കറണ്ട് ഐ ബി ആണ്. സോ വി എസ് ഡിവൈഡഡ് ബൈ ഐ ബി. ഇനി ആർ ഐ എന്ന് പറയുന്നത്, അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വി ഹാവ് ഇവിടെ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്, ആർ എസ് ഉണ്ട്, എച്ച് ഐ ഉണ്ട്. സോ ആർ എസ് പ്ലസ് എച്ച് ഐ ഇ ഇൻപുട്ട് റെസിസ്റ്റൻസ് അറ്റ് ഈ ഇൻപുട്ട് സെക്ഷനിലുള്ള എന്തായിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇത് ആർ എസ്, ഇവിടെ എച്ച് ഐ ഉണ്ട്. സോ ആർ എസ് പ്ലസ് എച്ച് ഐ ഇ. ഓക്കെ, then Ri is equal to Ri for dual. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളിവിടെ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചത് ഫോർ സിംഗിൾ ഇൻപുട്ട് എടുത്തിട്ട്, അതായത് ഒരു ഒറ്റ മാച്ച്ഡ് കോമ്പിനേഷൻ ഓഫ് മാച്ച്ഡ് സർക്യൂട്ട് എടുക്കാതെ ഒരു ഒറ്റ മാച്ച്ഡ് സർക്യൂട്ട് എടുത്ത് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇൻപുട്ടിന്റെ കേസാണ്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ഇൻപുട്ടിന്റെ കേസിലാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആർ ഐ എന്ന് പറയുന്നത് എന്ത് കിട്ടിയത്, ആർ എസ് പ്ലസ് എച്ച് ഐ ഇ വന്നത്. ഇനി ഡ്യുവൽ ഇൻപുട്ട് സർക്യൂട്ടിന്റെ കേസിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ, അപ്പൊ രണ്ട് ഇൻപുട്ടും കൊടുക്കുന്ന കേസിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ എന്തുവരും, ഫസ്റ്റ് സെക്ഷനിലും ഒരു ആർ എസ് പ്ലസ് എച്ച് ഐ ഇ ആണ്, സെക്കൻഡിലി നമ്മൾ ഇതേപോലെ ലൂപ്പിന്റെ എന്തായിരിക്കും ഈ ഇൻപുട്ട് സെക്ഷന്റെ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ, റെസിസ്റ്റൻസ് കോമ്പിനേഷൻ എടുക്കുമ്പോൾ അവിടെയും ആർ എസും എച്ച് ഐയും കാണും. സോ എന്തായിരിക്കും വരുന്നത്, എന്തായിരിക്കും ആർ എസ് പ്ലസ് എച്ച് ഐ ഇ വരും രണ്ടാമത്തെ സെക്ഷനിലും. സോ ഡ്യുവൽ ഇൻപുട്ട് ആവുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ആർ എസ് പ്ലസ് എച്ച് ഐ ഇ പ്ലസ് ആർ എസ് പ്ലസ് എച്ച് ഐ ഇ രണ്ടെണ്ണം വരുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി 2 into ആർ എസ് പ്ലസ് എച്ച് ഐ ഇ. അതാണ് ഫോർ ഡ്യുവൽ ഇൻപുട്ട് സർക്യൂട്ട്. ഡ്യുവൽ ഇൻപുട്ട് സർക്യൂട്ട് ഇത് സിംഗിൾ ഇൻപുട്ട് ആണ്, അതായത് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചേക്കുന്ന ഒരൊറ്റ മാച്ച്ഡ് സർക്യൂട്ട് എടുത്തിട്ടാണ് വരച്ചേക്കുന്നത്. സോ അതിന്റെ ഇൻപുട്ട് സെക്ഷനിൽ നിന്ന് നമ്മൾ ആർ ഐ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആർ എസ് പ്ലസ് എച്ച് ഐ ഇ. ഇത് സിംഗിൾ ഇൻപുട്ടിന്റെ കേസിലാണ് ആർ ഐ ഇസ് ഈക്വൽ ടു ആർ എസ് പ്ലസ് എച്ച് ഐ എന്ന് പറയുന്നത്. ഡ്യുവൽ ഇൻപുട്ട് ആകുമ്പോൾ എന്തായിരിക്കും, ഈ കോമ്പിനേഷൻ പോലെ, അതായത് ഇതിനെ പോലെ വേറൊരെണ്ണം കൂടി വരുന്നുണ്ട്. സോ അതിന്റെ ഇൻപുട്ടിലുള്ള റെസിസ്റ്റൻസ് ആർ എസ് പ്ലസ് എച്ച് ഐ ഇ, ഫസ്റ്റ് ഇൻപുട്ട് കേസിൽ V1 കേസിൽ, V2 കേസിൽ വീണ്ടും ആർ എസ് പ്ലസ് എച്ച് ഐ വരുന്നുണ്ട്. സോ അതിന്റെ സം ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആർ ഇൻ എന്ന് പറയുന്നത്. സോ ഡ്യുവൽ ഇൻപുട്ടിന്റെ കേസിന്റെ അതാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്, 2 into ആർ എസ് പ്ലസ് എച്ച് ഐ ഇ ആയിരിക്കും വരുന്നത്. ദിസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ വെദർ ദ ഔട്ട്പുട്ട് ഇസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. ഓക്കെ, ഇപ്പോൾ സിംഗിൾ ഇൻപുട്ടിന്റെ കേസ് ആയാലും ഡബിൾ ഇൻപുട്ടിന്റെ കേസ് ആയാലും എന്തായിരിക്കും, നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഈ രണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് സിംഗിൾ ഇൻപുട്ടിന്റെ കേസ്, ഇത് ഡബിൾ ഇൻപുട്ടിന്റെ കേസ്. അപ്പോൾ ബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ കേസ് ആയാലും അതുപോലെ തന്നെ അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ കേസ് ആയാലും രണ്ടിലും എന്തായിരിക്കും, ഈ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ബാലൻസ്ഡ് കേസിലായാലും ആർ ഐ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ഫോർ സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇത് തന്നെയായിരിക്കും വരിക, ദാറ്റ് ഈസ് ആർ ഐ ഈസ് ഇക്വൽ ടു ആർ എസ് പ്ലസ് എച്ച് ഐ ഇ. ഇനി ഫോർ സിംഗിൾ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും, ആർ എസ് പ്ലസ് എച്ച് ഐ ഇ തന്നെയാണ്. ഇനി ഫോർ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, 2 into ആർ എസ് പ്ലസ് എച്ച് ഐ ഇ ആണ്. അതുപോലെ തന്നെ ഫോർ ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് അപ്പോഴും ആർ ഐ എന്ന് പറയുന്നത് 2 into ആർ എസ് പ്ലസ് എച്ച് ഐ ഇ തന്നെയാണ്. സോ this will be applicable for single input balanced output and also for single input unbalanced output. Okay, ഇവിടെയും അതേപോലെ തന്നെ this input resistance will be same for dual input balanced output and dual input unbalanced output. Okay, അപ്പോൾ 4 കേസസിലുമുള്ള എന്തായിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈ ഈക്വേഷൻ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഇംപിഡൻസ്. അപ്പോൾ ADM വി ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ, കോമൺ മോഡ് ഗെയിൻ, then we find the CMRR, common mode rejection ratio, then we find the input resistance. In next we have to find എന്താണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RO കൂടി കണ്ടുപിടിക്കണം.
അപ്പോൾ ഔട്ട്പുട്ട് ഇംപിഡൻസ് RO എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഔട്ട്പുട്ട് ഇംപിഡൻസ് RO is defined as the equivalent resistance exists between any one of the output and ground. So therefore, അതായത് നമുക്ക് ഇക്വലന്റ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് സെക്ഷൻ അറിയായിരുന്നു. ദാറ്റ് ഈസ് അവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു RCയും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വിത്ത് എന്തായിരിക്കും? ഒരു കറന്റ് സോഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഒരു RCയും ഉണ്ടായിരുന്നു, ഒരു കറന്റ് സോഴ്സും ഉണ്ടായിരുന്നു. അപ്പോ ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ദിസ് വിൽ ബി, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷൻ. അപ്പൊ ഔട്ട്പുട്ട് സെക്ഷന്റെ മാത്രം ഞാനൊന്ന് എടുത്ത് മാറ്റി വരച്ചേക്കാണ്. അപ്പൊ ഇക്വലന്റ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് സെക്ഷൻ മാത്രം ഒന്ന് മാറ്റി വരച്ചേക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് RCയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കറന്റ് സോഴ്സും ഉണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ്ലി R പാരാമീറ്റർ വെച്ചിട്ട് ഔട്ട്പുട്ട് ഇംപിഡൻസ് കണ്ടുപിടിച്ചതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? Equivalent resistance exists between any one of the output, അതായത് ഔട്ട്പുട്ടും ഗ്രൗണ്ടും, any one of the output, ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടും നമ്മുടെ ഗ്രൗണ്ടും തമ്മിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? RC പാരലൽ അല്ലെങ്കിൽ RC എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ഈസ് RC വിത്ത് എന്തായിരിക്കും പറയുന്നത്? ഒരു കറന്റ് സോഴ്സ് ആണ്. കറന്റ് സോഴ്സ് വിച്ച് പോസസ് എന്തായിരിക്കും? ഹൈ resistance ആണ്. So RC comparative to current source, RC will be a low resistance. So equivalent of this will എന്തായിട്ട് മാറും? അതായത് ഒരു ഹൈ റെസിസ്റ്റൻസും ഒരു സ്മോൾ റെസിസ്റ്റൻസും ഉണ്ട്. അപ്പൊ അതിന്റെ ഇക്വലന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സ്മോൾ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും കിട്ടുക. സോ R ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷൻ, ഇക്വലന്റ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് സെക്ഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. സോ എന്തായിരിക്കും? ഇവിടെ എന്തുണ്ട്? RC വിത്ത് എന്തായിരിക്കും? RC വിത്ത് എ കോമ്പിനേഷൻ ഓഫ് എന്തായിരിക്കും പറയുന്നത്? കറന്റ് സോഴ്സ് ആണ്. അപ്പോൾ ഈ കറന്റ് സോഴ്സ് പ്രോസസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഹൈ റെസിസ്റ്റൻസ് ആണ്. RC കമ്പയർഡ് ടു കറന്റ് സോഴ്സ്, RC വിൽ ബി ലോ റെസിസ്റ്റൻസ്. സോ ഇക്വലന്റ് ഓഫ് ദിസ് ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ റെസിസ്റ്റൻസ് വിച്ച് വിൽ ഗീവ് ദ ലോ റെസിസ്റ്റൻസ്. സോ ലോ റെസിസ്റ്റൻസ് RC ഈസ് ടേക്കൺ ആസ് ദ ഔട്ട്പുട്ട്. Okay, R01 is equal to RC. So R01 is equal to R02 is equal to RC. അപ്പോ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ബോത്ത് ദ ട്രാൻസിസ്റ്റേഴ്സ് ഫോർ Q1 and Q2 ട്രാൻസിസ്റ്റർ ഇറ്റ് വിൽ ബി RC. അപ്പൊ കോമൺ മോഡ് ഗെയിൻ ഡിക്രീസസ് ആസ് R0 ഇൻക്രീസസ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കോമൺ മോഡ് ഗെയിൻ ഉണ്ടല്ലോ, ദിസ് ACM എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വെൻ എപ്പോഴായിരിക്കും? R0, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഇംപിഡൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ കോമൺ മോഡ് ഗെയിൻ ഡിക്രീസസ് ആസ് R0 ഇൻക്രീസസ്. ഹെൻസ് ദ CMRR ഇൻക്രീസസ് ആസ് R0 ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താണ്? കോമൺ മോഡ് ഗെയിൻ, ദാറ്റ് ഈസ് ACM will decrease. ACM ഡിക്രീസ് ചെയ്യും ഫോർ എന്ത് ചെയ്യുമ്പോൾ? R0 ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ R0 കൂടുമ്പോൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യായിരിക്കും? കുറയാണ് ചെയ്യുന്നത്. നമുക്ക് ACMന്റെ ഇക്വേഷൻ അറിയാം. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ACMന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ACM എന്തായിരിക്കും ചെയ്യുക? കുറയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ CMRRന്റെ കേസിലും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, അതായത് ഇപ്പൊ R0 ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ CMRR എന്ത് ചെയ്യും? കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യായിരിക്കും ചെയ്യുക. ഓക്കെ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യായിരിക്കും ചെയ്യുന്നത് ഫോർ ഇൻക്രീസ് ഇൻ എന്തായിരിക്കും പറയുന്നത്? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, അപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RO ഇൻക്രീസ് ചെയ്യുമ്പോൾ CMRRും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. RO ഇൻക്രീസ് ചെയ്യുമ്പോൾ കോമൺ മോഡ് ഗെയിൻ ആണെങ്കിൽ എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ AC അനാലിസിസ് ചെയ്തു. നമ്മൾ അതിൽ നിന്ന് ADM ഫൈൻഡ് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്തായിരിക്കും? ACM ഫൈൻഡ് ഔട്ട് ചെയ്തു. പിന്നെ എന്ത് കണ്ടുപിടിച്ചു? കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇൻപുട്ട് ഇംപിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഔട്ട്പുട്ട് ഇംപിഡൻസും ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പം
യൂസിങ് എച്ച് പാരാമീറ്റർ ഇക്വലന്റ് സർക്യൂട്ട് വി വിൽ ഫൈൻഡ് നമുക്ക് 5 പാരാമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റും, കോമൺ മോഡ് ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റും, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഓൾസോ വി ഫൈൻഡ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ 5 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ആണ്. സോ നോക്കിക്കേ, എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഹാസ് ഫസ്റ്റ് കണ്ടീഷൻ ആണ് CMRR is equal to 1000. The second condition CMRR is equal to 10,000. The first set of input നമ്മൾ കൊടുത്തേക്കുന്ന V1 100 microvolt and V2 minus 100 microvolt. The second set of input നമ്മൾ കൊടുത്തേക്കുന്ന V1 1100 microvolt and V2 900 microvolt. Then calculate the percentage difference in output voltage obtained for the two set of input voltage. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻസ്, അതായത് ഈ 2 സെറ്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോഴും ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പെർസെന്റേജ് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ നേരത്തെ CMRR നോക്കിയപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വി ഔട്ട് ഈസ് ഈക്വൽ ടു ADM into VID into 1 plus 1 by CMRR into VIC by VID. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ വി ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് വിൽ ബി നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ് ADM into VID into 1 plus 1 by CMRR into VIC divided by VID. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, VID വേണം, VIC വേണം, ADM വേണം, CMRR വേണം. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ VID എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിഫറൻഷ്യൽ മോഡ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ VID എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. നമുക്കറിയാം VID കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അറിയാം, ഇറ്റ് വിൽ ബി V1 മൈനസ് V2. ഓക്കെ, V1 മൈനസ് V2 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് ആണ്, ദാറ്റ് ഈസ് V1 100 microvolt and V2 മൈനസ് 100 microvolt. അപ്പോൾ ഈ കേസാണ്, ഈ ഇൻപുട്ട് കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, VID കണ്ടുപിടിക്കണം. VID കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, V1 മൈനസ് V2 ആണ്. സോ V1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഇൻപുട്ട് സെറ്റിൽ V1 100 microvolt. സോ വി പുട്ട് V1 is equal to 100 മൈനസ് V2 എന്താണ് നമുക്ക് തന്നേക്കുന്നത്, ഫസ്റ്റ് സെറ്റിൽ V2 എന്ന് പറയുന്നത് മൈനസ് 100 ആണ്. സോ മൈനസ് ഓഫ് മൈനസ് 100 അത്രയും മൈക്രോവോൾട്ട്. സോ 100 മൈനസ് ഓഫ് മൈനസ് 100 ഇറ്റ് വിൽ ബി 100 പ്ലസ് 100. സോ എന്ത് കിട്ടും നമുക്ക്, 200 മൈക്രോവോൾട്ട്. അപ്പൊ VID കിട്ടി, ഫോർ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് VID കിട്ടി എന്താണ്, 200 മൈക്രോവോൾട്ട്. ദെൻ VCM ഇനി നമുക്ക് എന്ത് കിട്ടി, അപ്പൊ VID ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, VID കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, VIC കണ്ടുപിടിക്കണം. ഓക്കെ, VIC എന്ന് പറയുന്നത് കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇനി VID നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ ഒരെണ്ണം കിട്ടി VID. ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം, VIC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. VIC എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരിക, 2 ആണ്. നമ്മൾ എടുക്കുന്ന V1 നമുക്കറിയാം 100 V2 മൈനസ് 100 ആണ്. ഓക്കെ, അപ്പൊ VIC എന്താവും നോക്ക്, VIC എന്ന് പറയുന്നത് വരുന്നല്ല, വിച്ച് വിൽ ബി V1 100 V2 മൈനസ് 100 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് എന്തായിരിക്കും വരിക, 0 microvolt. അപ്പൊ എന്തായിരിക്കും വരിക, 0 microvolt. അപ്പം കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന, അതായത് VIC എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 0 microvolt കിട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ. V ഔട്ട് എന്ന് പറയുന്നത് is equal to ADM into VID into 1 plus 1 by CMRR into VIC by VID. അപ്പൊ നമുക്ക് VICയും കിട്ടി, VIDയും കിട്ടി. ഇനി ഫസ്റ്റ് കേസിന്റെ അകത്തുള്ള, അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള CMRR is given. ദാറ്റ് ഈസ് CMRR എത്രയാണ് തന്നേക്കുന്നത്, ഫസ്റ്റ് സെറ്റില് CMRR തന്നിട്ടുണ്ട് എന്തായിരിക്കും, 1000. അപ്പൊ CMRR 1000 ആവുമ്പോഴുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ CMRR 1000 ആവുമ്പോൾ എന്ത് ചെയ്യുന്നു, വി ഔട്ടിന്റെ ഇക്വേഷനിൽ ADM അതേപോലെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇതൊന്നും തന്നിട്ടില്ല. സോ ADM അതേപോലെ തന്നെ ഇട്ടേക്കുന്നു. ADM ഇൻറ്റു VID നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്, 200 മൈക്രോവോൾട്ട്. സോ VID 200 മൈക്രോവോൾട്ട് ഇൻറ്റു 1 പ്ലസ്
1 by CMRR. CMRR is given, that is 1000. So 1 by 1000 into VIC. VIC എന്താണ് നമുക്ക് കിട്ടിയത്? സോൾവ് ചെയ്തപ്പോൾ 0 കിട്ടി. സോ VICക്ക് പകരം 0 ഡിവൈഡഡ് ബൈ VID. VID കിട്ടിയത് എന്താണ്? 200 മൈക്രോവോൾ. സോ VIDക്ക് പകരം നമ്മൾ 200 പുട്ട് ചെയ്ത് കൊടുത്തു. 0 ബൈ, അപ്പൊ ഈ ടേം എന്തായി? 0 ആയി. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഈ ടേം എന്ന് പറയുന്നത് 0 ആയി. സോ ഫൈനലി 200 ADM മൈക്രോ വോൾട്ട്. അതാണ് CMRR 1000ഉം ഫോർ ഇൻപുട്ട് ഫോർ ദ സെറ്റ് ഓഫ് ഇൻപുട്ട് V1 100 V2 -100. ആ ഒരു കേസിൽ നമുക്ക് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്ത് കിട്ടി? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് കിട്ടി? 200 ADM മൈക്രോ വോൾട്ട്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് സെറ്റ് ആണ്. സെക്കൻഡ് സെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് നോക്കിക്കേ, V1 എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ V1 എത്രയായിരിക്കും? 1100 ആൻഡ് V2 900 മൈക്രോ വോൾട്ട്. ഓക്കെ, അപ്പോ സെക്കൻഡ് സെറ്റ് V1 എന്ന് പറയുന്നത് 1100 മൈക്രോ വോൾട്ട്. V2 will be 900 മൈക്രോ വോൾട്ട്. 900 മൈക്രോ വോൾട്ട്. ഓക്കെ, അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ വി ഔട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഇത്. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? VIC, VID കണ്ടുപിടിക്കണം. VID കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ VID കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് V1 minus V2. V1 is given, that is 1100 മൈക്രോ വോൾട്ട് മൈനസ് V2ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 900. സോ മൈനസ് 900 മൈക്രോ വോൾട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 200 മൈക്രോ വോൾട്ട്. അപ്പൊ ഇതാണ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇത് ഡിഫറൻഷ്യൽ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് കിട്ടി, നമുക്ക് VID കിട്ടി. അപ്പോൾ വി ഔട്ടില് VID കിട്ടി. ഇനി വി ഹാവ് ടു ഫൈൻഡ് VIC. VIC കണ്ടുപിടിക്കണം. VIC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, V1 plus V2 ഡിവൈഡ് ബൈ 2. അതായത് VIC എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? V1 plus V2 ഡിവൈഡഡ് ബൈ 2 ആണ്. V1 എത്രയാ തന്നേക്കുന്നത്? നമുക്ക് 1100 മൈക്രോ വോൾട്ട് plus V2 900 micro volt divided by 2. So this will be എന്തായിട്ട് മാറും? 2000 by 2. Okay, 1000 micro volt. അപ്പൊ VIC എന്ത് കിട്ടി? 1000 മൈക്രോ വോൾട്ട്. VIC 1000 മൈക്രോ വോൾട്ട് കിട്ടി. VID 200 മൈക്രോ വോൾട്ട് കിട്ടി. അപ്പൊ വി ഔട്ടിന്റെ ഇക്വേഷൻ ADM into VID into 1 plus 1 by CMRR into VIC by VID. VICയും കിട്ടി, VIDയും നമുക്ക് എന്ത് ചെയ്ത് കിട്ടി. സോ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് VIC, VID അതുപോലെ തന്നെ CMRR എന്തായിരുന്നു? 1000 അല്ലായിരുന്നു. അപ്പൊ CMRR 1000ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോ ADM വി ഔട്ടിന്റെ ഇക്വേഷൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു ADM നമുക്കറിയില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് അതേപോലെ ഇട്ടു. VID എന്താ കിട്ടിയത്? 200 മൈക്രോ വോൾട്ട് ഇൻറ്റു 1 പ്ലസ് 1. CMRR 1000 ഫോർ ഫസ്റ്റ് കേസ് ആണ്. CMRR 1000 ഇൻറ്റു VIC വിൽ ബി എന്തായിരിക്കും കിട്ടിയത് നമുക്ക്? 1000 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരിക? VID 200. ഓക്കെ, അപ്പോ ദിസ് വിൽ ബി 5. ഓക്കെ, ഇങ്ങനെയല്ലേ വരുന്നത്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 200 ഇൻറ്റു എന്തായിരിക്കും വരുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് 201 ഇൻറ്റു ADM മൈക്രോ വോൾട്ട്. അപ്പൊ എത്ര കിട്ടി? 201 ADM മൈക്രോ വോൾട്ട്. അപ്പോൾ വി ഔട്ട് സെക്കൻഡ് സെറ്റ് ഓഫ് ഇൻപുട്ട് കൊടുത്തപ്പോൾ 201 ADM മൈക്രോ വോൾട്ടും ഫസ്റ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് കൊടുത്തപ്പോൾ 200 ADM മൈക്രോ വോൾട്ടും ആണ് നമുക്ക് കിട്ടിയത്.